നമ്മൾ ആദ്യം കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. അതിൽ സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ അനിൽകുമാർ നേരത്തെ ശ്രമം തുടങ്ങിയിരുന്നു. ഇതിനായി കുട്ടിയുടെ ബർത്ത് ഫോം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവന്നു. മറ്റൊരു ജീവനക്കാരി വഴിയാണ് AN രഹനയോട് വാട്സാപ്പിൽ ബർത്ത് ഫോം ആവശ്യപ്പെട്ടത്. ഇതോടെ കൂടുതൽ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്ന സംശയവും ബലപ്പെടുകയാണ്. സംഭവത്തിൽ ആരോഗ്യവകുപ്പും പോലീസും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ഡാനി ഇപ്പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം ഉൾപ്പെടെ ഉയരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ബർത്ത് ഫോം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അനിൽകുമാറിന്റെ പങ്കിനുള്ള കൂടുതൽ തെളിവായി നമുക്കിതിനെ കാണാമോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഓരോ ദിവസം ചെല്ലുന്തോറും ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസ് അത് കൂടുതൽ സങ്കീർണമാവുകയാണ്. കാരണം ഇതിൽ ആസൂത്രിതമായ ഒരു ഇടപെടൽ തുടക്കം മുതൽ തന്നെ നടന്നിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ. അതുമാത്രവുമല്ല, ഇത് ആദ്യമാണോ, ഇത് ആദ്യത്തെ കേസാണോ എന്ന് പോലും തന്നെ സംശയിക്കുന്നുണ്ട്. കാരണം ഇത്ര ആസൂത്രിതമായി ഇതിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഇതിനു മുൻപും ഈ രീതിയിലുള്ളൊരു കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയം ഇതിനകം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് തന്നെ ഇത് അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പും ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് ആരോഗ്യ വകുപ്പും ഉത്തരവിട്ടിരിക്കുന്നത്. അവരുടെയും 3 അംഗ സംഘം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ രംഗത്തുണ്ട്. അവർ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കുട്ടിയുടെ ജനനശേഷം ഈ കുട്ടിയുടെ ബർത്ത് ഫോം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൽ ആദ്യ പരാതിക്കാരിയായ AN രഹന, അവർ ജനന മരണ രജിസ്ട്രേഷൻ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. അവരോട് വാട്സപ്പ് സന്ദേശം മുഖേന ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ കുട്ടിയുടെ ബർത്ത് ഫോം ആവശ്യപ്പെടുന്ന വാട്സപ്പ് സന്ദേശമാണ്. രഹനയോട് ഇത് ആവശ്യപ്പെടുകയാണ്. രഹനയോട് അനിൽകുമാർ ആവശ്യപ്പെടുന്നത് ഇതിൽ തന്നെ മറ്റൊരു ജീവനക്കാരിയുടെ വാട്സപ്പ് മുഖേനയാണ് ആവശ്യപ്പെടുന്നത്. അതിൽ രഹന തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ അനിൽകുമാർ സാർ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ കുട്ടിയാണ്, അഡ്രസ്സിൽ ചില പിശകുണ്ട്, അത് തിരുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതിനനുസരിച്ച് ഈ ഫോമിൻ്റെ ഫോട്ടോ അവർ വാട്സപ്പിലൂടെ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള അത്തരമൊരു നിർമ്മിതിക്ക് വേണ്ടി ഈ അനിൽകുമാറിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ഇത് സർട്ടിഫിക്കറ്റ് തിരുത്താൻ കഴിയുകയില്ല എന്നൊരു കാര്യം മനസ്സിലാക്കിയതോടെ ഈ വ്യാജമായി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് അനിൽകുമാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഇനി വ്യാജമായ സീൽ നിർമ്മിച്ചോ എങ്ങനെ സംഘടിപ്പിച്ചു, ഇതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ജീവനക്കാർക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നൊരു സംശയത്തിലേക്കും ഇത് ഇടം നൽകുന്നുണ്ട്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കളമശ്ശേരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്ഥാപനത്തിലെ ഇത്തരം ഈ വിഭാഗങ്ങളുടെ ക്ലറിക്കൽ ജോലികൾ ഒന്നടങ്കം തിരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൽ തെറ്റുവരുത്തിക്കൊണ്ടോ അതിൽ വ്യാജ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ കൂടുതൽ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്ന സംശയം ഉയരുമ്പോൾ അതിന്റെ ഗൗരവവും കൂടുകയാണല്ലോ. ഇതിനു മുൻപ് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും സംശയങ്ങളും ജനിക്കുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പും പോലീസും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി എന്ന വിവരം വരുന്നു. എങ്ങനെ ഈ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വലിയ വിവാദമായി തന്നെ മാറിയിട്ടുള്ള ഒരു സാഹചര്യമുള്ളല്ലോ. അത്രയും ഗൗരവത്തിൽ തന്നെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടോ? അതേ വേഗമുണ്ടോ? ഈ യഥാർത്ഥ പേരൻസിനെ കണ്ടെത്തുക എന്നത് വളരെ നിർണായകമാണ്. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? രേണുക, ഇക്കാര്യത്തിൽ ഈ ചോദ്യങ്ങളുടെ പ്രാധാന്യം വലുതാണ്. കാരണം ഇതിൽ ബയോളജിക്കൽ പാരൻസിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരുടെ മേൽവിലാസം പോലും വ്യാജമാണ്. അവരുടെ പേരുകൾ പറയുന്നുണ്ട്. പേരുകൾ അത് സത്യമാണോ എന്ന് പോലീസ് ഇപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു അന്വേഷണം തുടങ്ങുന്നുണ്ട്. നേരത്തെ എറണാകുളം ജില്ലയിലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ പേരും പേരുമെല്ലാം കൊടുത്തിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ സമഗ്രമായി നടത്തിയിട്ടും അത് വ്യാജമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അനിൽകുമാറിൻ്റെ പങ്ക്, ഇതിൽ തുടക്കം മുതൽ തന്നെ ഇവരെ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഇവരുടെ ഈ പ്രസവ സമയത്ത് ഇത്തരം രജിസ്റ്ററിലടക്കം ഈ വ്യാജമായിട്ട് തന്നെ പേര് ചേർക്കാൻ അനിൽകുമാർ ഇടപെട്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം ആ വഴിക്ക് നീങ്ങുന്നുണ്ട്. പക്ഷേ ഈ അനിൽകുമാർ നിലവിൽ ഒളിവിലാണ്.
ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ആരെന്ന് പോലും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒപ്പം ഇതിൽ നിന്ന് വ്യാജമായ രീതിയിൽ ദത്തെടുത്ത ഈ ഗായകനും അതോടൊപ്പം അവരുടെ കുടുംബം ഇവരും ഒളിവിലായുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇവരെ കൂട്ടിയിണക്കിയാൽ മാത്രമേ ഇതിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ഇതിൻ്റെ ഒരു ഇടനിലക്കാരായി വർത്തിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയവും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇത് സാമ്പത്തികമായ ഏതെങ്കിലും രീതിയിൽ നേട്ടം അനിൽകുമാർ ഇതുവഴി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിലൂടെ ഉണ്ടാക്കിയോ എന്നൊരു സംശയം ബലപ്പെടുന്നുണ്ട്. അപ്പോൾ അതുവഴിയുള്ള കാര്യങ്ങൾ പോലീസ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ചെന്നെത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചന. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഇവരുടെ അന്വേഷണം ആ രീതിയിലേക്കടക്കം നീങ്ങിയിട്ടുണ്ട്. നിലവിൽ അനിൽകുമാർ ഒളിവിലാണ്. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതിയിലടക്കം പരിഗണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണത്തിന് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ ഇതിൽ കോർത്തിണക്കേണ്ട കണ്ണികൾ ഇപ്പോഴും പോലീസിൻ്റെ പിടിക്ക് അപ്പുറമാണ് എന്നതാണ്. പോലീസ് ഇവർക്ക് വേണ്ടിയുള്ളൊരു സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആശുപത്രിയിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്നതാണ് ഈ മെഡിക്കൽ സംഘം, ഈ ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച സംഘം അന്വേഷണം നടത്തുന്നത്. അവരുടെ ഒരു അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. രഹനയിൽ നിന്നടക്കം ഇന്നലെ അവർ മൊഴിയെടുത്തു. പുതുതായി ചേർക്കപ്പെട്ട കേസിൽ ആശുപത്രി പ്രിൻസിപ്പാളിൻ്റെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയ പരാതിയിൽ രഹനയടക്കം പ്രതികളാണ്. രഹനയും അനിൽകുമാറുമാണ് അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. രഹന ഏതായാലും സ്ഥലത്ത് എറണാകുളത്ത് തന്നെയുണ്ട്. മറ്റ് അനിൽകുമാറും അതോടൊപ്പം തന്നെ കുട്ടികളുടെ യഥാർത്ഥ മാതാപിതാക്കളും ദത്തെടുത്തവരും എല്ലാം തന്നെയും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. രേണുക. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ വിഷയം വളരെ സങ്കീർണമായി മാറുന്നു. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന സംശയം ജനിക്കുന്നു. എന്തായാലും വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. ആരോഗ്യവകുപ്പും പോലീസും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് വിഷയം അന്വേഷിക്കുകയാണ്.